ആദ്യം ഒന്നായിരുന്നു, പിന്നെ രണ്ടായി. ആദ്യം പോയ സ്ലീപ്പിംഗ് പിൽസിന് ഉറക്കാൻ ഞാൻ അടുത്ത ആളെ പറഞ്ഞു വിട്ട്, പിന്നെ അവര് തമ്മിൽ അവിടെ സംസാരിച്ചിരുന്നു. അങ്ങനെ മൊത്തത്തില് അതിന്റെ ഇടയ്ക്ക് എനിക്കറിയില്ല ഈ പോണ ഗുളികളൊക്കെ എന്താ വെച്ചാൽ ഞാൻ പെയിൻ കില്ലേഴ്സ് കഴിക്കും, ഉറങ്ങിപ്പോണെങ്കിൽ പോട്ടെ വിചാരിച്ചിട്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിക്കും. ഇവരൊക്കെ അവിടെ പോയിട്ട് ഏതാണ്ട് ഇങ്ങനെ ഈ അയൽക്കൂട്ടം ചേച്ചിമാരെ പോലെ കഥയും പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ അവിടെ വേറൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ കപ്പലണ്ടി കഴിക്കുന്ന പോലെയാണ് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് പെയിൻ കില്ലേഴ്സ്, അത് ഡോളോയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5-6 സുഖമായിട്ട് പോവായിരുന്നു, ഒന്നും സംഭവിക്കില്ല. എനിക്ക് ട്രീറ്റ്മെന്റ് സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് പെയിൻ. ഓക്കെ, അത് ബൈ ഡിഫോൾട്ട് ഉണ്ടാവും, അതല്ലാതെ ഉറക്കം എന്നുള്ളൊരു പ്രശ്നമായിരുന്നു. എനിക്ക് ദിവസങ്ങളോളം എനിക്ക് ഉറക്കം ഉണ്ടായിട്ടില്ല. ഉറക്കം വെച്ചാൽ രാത്രിയില്ല, രാവിലെ ഇല്ല. രാത്രിയൊക്കെ എനിക്ക് സന്ധ്യയാകുമ്പോ പേടിയായിരുന്നു, അയ്യോ ഞാൻ എങ്ങനെ നേരം വെളുപ്പിക്കുന്നു പറഞ്ഞിട്ട്. രാത്രി ആകുമ്പോഴേക്കും ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ സമയം നോക്കിയിട്ട് വാച്ച് നോക്കി 1 മണി, 1:30, 2 അങ്ങനെ പറഞ്ഞിട്ട് 3, 4, 5 വെളുപ്പിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു നാപ്പ്, അതൊരു 3-4 മിനിറ്റ് ഉറങ്ങിപ്പോയാലേ ഉള്ളൂ. ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് സ്കള്ളിലൊക്കെ കാണിച്ചു തുടങ്ങി, അപ്പൊ തലയോട്ടിയിലൊക്കെ ക്യാൻസറസ് എഫക്റ്റഡ് ആയി എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് വന്നപ്പോ എനിക്ക് ആ ഒരു ടെൻഷനും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഒന്നാമത് എന്റെ ലെഫ്റ്റ് സൈഡ് ഫുൾ സ്പ്രെഡ് ആയിട്ട് എനിക്ക് കിടക്കാനും, ഈ തല വെച്ച് കിടക്കുമ്പോൾ നമ്മുടെ ഈ ബാക്കിലൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു കേട്ടോ. അത് ഓവർകം ചെയ്തെടുക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഞാൻ ഹൈ ഡോസ് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ആദ്യം ഒന്നായിരുന്നു, പിന്നെ രണ്ടായി. ആദ്യം പോയ സ്ലീപ്പിംഗ് പിൽസിന് ഉറക്കാൻ ഞാൻ അടുത്ത ആളെ പറഞ്ഞു വിട്ട്, പിന്നെ അവര് തമ്മിൽ അവിടെ സംസാരിച്ചിരുന്നു. അങ്ങനെ മൊത്തത്തില് അതിന്റെ ഇടയ്ക്ക് എനിക്കറിയില്ല ഈ പോണ ഗുളികളൊക്കെ എന്താ വെച്ചാൽ ഞാൻ പെയിൻ കില്ലേഴ്സ് കഴിക്കും, ഉറങ്ങിപ്പോണെങ്കിൽ പോട്ടെ വിചാരിച്ചിട്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിക്കും. ഇവരൊക്കെ അവിടെ പോയിട്ട് ഏതാണ്ട് ഇങ്ങനെ ഈ അയൽക്കൂട്ടം ചേച്ചിമാരെ പോലെ കഥയും പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ അവിടെ വേറൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ കപ്പലണ്ടി കഴിക്കുന്ന പോലെയാണ് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് പെയിൻ കില്ലേഴ്സ്, അത് ഡോളോയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5-6 സുഖമായിട്ട് പോവായിരുന്നു, ഒന്നും സംഭവിക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് പൾട്രാസെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡോസ് കൂടിയതായിരുന്നു, അത് ഏക്കില്ല. അങ്ങനെ കൂടി അവസാനം സ്ലീപ്പിംഗ് പിൽസും കഴിക്കും ഞാൻ. എങ്ങനെ ഏതെങ്കിലും ഒന്ന് പോയിട്ട് എന്നെ ഒന്ന് ഉറക്കട്ടെ വിചാരിച്ചിട്ട്. പക്ഷെ ദൈവം സഹായിച്ച് ഒന്നും നടക്കണ്ടായിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത കുറെ സമയമായിരുന്നു. എനിക്ക് ഓഗസ്റ്റ് ആ സമയമൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതൊന്ന് ഓവർകം ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒരുമാതിരി ഡിപ്രഷനായ ഇതായ ആകെ മൊത്തത്തില് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു കൊല്ലം ഡിസംബർ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയൊക്കെ ഞാൻ ഓവർകം ചെയ്തെടുക്കാനായിട്ട് ഒക്ടോബർ ആയിട്ടുണ്ട്. ആ സമയം വരെ ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ ചെയ്തത് എന്താ വെച്ചാല് മെഡിസിൻ എടുക്കും, ഇംഗ്ലീഷ് മെഡിസിൻസ് എടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കൂടി തന്നെ ഞാൻ എന്താ പറയാ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന യോഗയൊക്കെ എന്റെ മാം ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലുള്ളപ്പം. പുള്ളിക്കാരത്തി ഇങ്ങനെ പറയും, നീ അത് ചെയ്ത് നോക്ക്, ഇത് ചെയ്ത് നോക്ക്, എന്തെങ്കിലും ഒരു റിലീഫ്. കാരണം എല്ലാം അടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്ത ചെറിയ ചെറിയ യോഗ ടെക്നിക്സ് വീണ്ടും ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് അത് ഗുണം ചെയ്തു കേട്ടോ. എന്നുവെച്ചാൽ ചിലർക്ക് വിശ്വാസം ഉണ്ടാവും, ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ ഈ പറയുന്നതൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഒക്ടോബർ വരെ എനിക്ക് തോന്നുന്നു അതിന്റെ ഇടയ്ക്ക് 2 മാസം ബെഡ് റിഡൻ ആയിട്ടുണ്ട്. ഓഗസ്റ്റ് ആ സമയത്തൊക്കെ ഫുൾ ബെഡ് റിഡൻ ആയിരുന്നു. അപ്പൊ ഈ ഒരു ചെറിയ ചെറിയ ടെക്നിക്സ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാനതപ്പോ പറയാം, നിങ്ങളൊന്ന് ട്രൈ. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. സപ്പോസ് ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഗുണമല്ല, വേറെ ഒന്നുമില്ല. ചെറിയ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് ഭൈരവ മുദ്ര, ഈ മുദ്രയ്ക്കാണ് പറയുന്നത് ഭൈരവ മുദ്ര. എന്റെ കൈ ഇത്രേ വരുള്ളൂ, ഇങ്ങനെ വളയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഈ ഭൈരവ മുദ്ര വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇത് ജ്ഞാനമുദ്ര എന്നാ പറയാ. ഈ 2 ടിപ്സും കൂടെ നമ്മളിങ്ങനെ യോഗ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഇത് ജ്ഞാനമുദ്ര. ഇത് ഈ ഭൈരവ മുദ്രയുടെ മിഡിലിൽ കൊണ്ടുപോയിട്ട് കുറച്ചുനേരം വെക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ഒരു 10 to 15 മിനിറ്റ്സ്. അത് റെഗുലർ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് നമുക്ക് നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടും. ആ ടെൻഷനിൽ നിന്ന് കുറച്ച് ഇത് വരും. അപ്പൊ ഒരു നല്ലൊരു റിലീഫ് കിട്ടുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നഷ്ടപ്പെടാനൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്ലീപ്പിംഗ് പിൽസ് ഒരു രക്ഷപ്പെടലാവുകയും ചെയ്യും. ഒന്നുമില്ല, ജസ്റ്റ് ഈ ലെഫ്റ്റ് ഹാൻഡ് വെക്കുക, കൈ ഇത്രേ പോവുള്ളൂ. ഭൈരവ മുദ്ര ഇത് വെക്കുക, ജ്ഞാനമുദ്ര, ഈ 2 ടിപ്സും വെച്ചിട്ട് ജസ്റ്റ് ഇത് വെക്കുക, കണ്ണടയ്ക്കുക, ഇൻഹേൽ ചെയ്യുക, എക്സ്ഹേൽ ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മൾ ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ഒരു സ്റ്റാർട്ടിങ്ങിലൊരു 15 മിനിറ്റ്സ്, പിന്നെ പതിയെ അങ്ങനെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ദിവസം ആകുമ്പോഴേക്കും ഞാൻ പറയില്ല, ഞാനിപ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് ഞാനൊരു 30 സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ കുറച്ച് നാളായിട്ട് എനിക്കത് എടുക്കേണ്ടി വന്നിട്ടില്ല. ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സ് ആയിട്ട് ഞാൻ സ്ലീപ്പിംഗ് പിൽസ് എടുക്കുന്നില്ല. ഞാൻ
പരമാവധി ഞാൻ ആ ഒരു പെയിന് കൂടിക്കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോൾ മാത്രമേ ഞാൻ ഇതെടുക്കുന്നുള്ളൂ. അറിയാതിരിക്കാനാട്ടോ, അല്ലെങ്കിൽ എനിക്ക് പെയിന് കൂടി പിന്നെ ടെൻഷന് അത് അറിയാതിരിക്കാനാണ്. ഇല്ല വെച്ചാല് ഞാൻ ഈ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കൂ, ചിലപ്പോ ആർക്കെങ്കിലും ഒരു ഉപകാരം ആയാലോ അല്ലെ.